ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 9 നമ്പർ റിലേഷൻസ് പാർട്ട് 1 പേജ് നമ്പർ 131. Find the number of factors of each number below. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 2 ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ നമുക്കത് എഴുതാം 40 = 2⁻³ × 5. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ മുകളിലുള്ള എക്സ്പോണൻറ്റ്, അതായത് നമ്മൾ 2⁻³ എന്ന് എഴുതിയിട്ടില്ലേ പവർ, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2ൻ്റെ മുകളിൽ 3 ആണ്, അപ്പോൾ 3 + 1 × 5ൻ്റെ മുകളിൽ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം 1 ആണ്. അപ്പോൾ 1 + 1 3 + 1 4 × 1 + 1 2 4 2s are 8. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 54നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 27നെ വീണ്ടും 3 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 9നെ വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 3. ഇനി നമുക്ക് എടുത്തെഴുതാം 54 = 2 × 3⁻³ ഇവിടെ 2ൻ്റെ മുകളിൽ 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 എന്ന് വെച്ചാൽ പവറാണ്, പവർ 1 ഉണ്ട്. അപ്പോൾ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം, 1 + 1 × 3യുടെ മുകളിൽ പവർ എത്രയാണ്? 3, അതായത് എക്സ്പോണൻ്റ് എന്ന് പറയും പവറിൻ്റെ. അപ്പോൾ ആ 3യുടെ കൂടെ 1 ആഡ് ചെയ്യണം, 3 + 1. അപ്പോൾ 1 + 1 എത്രയാണ്? 2 × 3 + 1 4. അപ്പോൾ 2 × 4 8. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60യെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 30യെ വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ ഇവിടെ 60 = 2² × 3 × 5. അപ്പോൾ 2², അപ്പോൾ ഇവിടെ 2ൻ്റെ എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ എത്രയാണ്? 2. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം, 2 + 1 × 3യുടെ മുകളിൽ 1 ആണ് പവർ. അപ്പോൾ 1 + 1 × 5ൻ്റെ മുകളിലും 1 ആണ് പവർ. അപ്പോൾ 1 + 1. അപ്പോൾ 2 + 1 എത്രയാണ്? 3 × 1 + 1 2 × 1 + 1 2. അപ്പോൾ 3 × 2 × 2 എത്രയാണ്? 12 ആണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50യെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 100 = 2² × 5². അപ്പോൾ ഈ 2² എന്ന് പറയുമ്പോൾ ഇവിടെ പവർ 2 അല്ലേ മുകളിൽ, അപ്പോൾ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം, 2 + 1 × 5ൻ്റെ മുകളിൽ എത്രയാണ് പവർ? 2 + 1 അത് എഴുതുക. അപ്പോൾ 2 + 1 3 × 2 + 1 3 3 × 3 എത്രയാണ്? 9. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = 9. 210 ഇവിടെ 210നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 105. അതിനെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഇനി നമുക്ക് എടുത്തെഴുതാം 210 = 2 × 3 × 5 × 7. ഇവിടെ 2ൻ്റെ മുകളിലുള്ള പവർ എത്രയാണ്? 1. അപ്പോൾ 1 + 1 × 3യുടെ മുകളിലും 1 ഉണ്ട്. 1 + 1 × 5ൻ്റെ മുകളിലെ പവർ 1 ആണ്. അപ്പോൾ 1 + 1 × 7ൻ്റെ മുകളിലുള്ള പവർ 1 ആണ്. അപ്പോൾ 1 + 1. അപ്പോൾ 2 × 2 × 2 × 2 = 16. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = 16. Second question, from the number of factors of a number we can deduce some peculiarities of the number. The table below lists these 4 numbers of factors up to 5. Extend it to number of factors up to 10. അപ്പോൾ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഫോം ഓഫ് ദി നമ്പർ, ആൾജിബ്രായിക് ഫോം. അതിൽ 1 ഫോം ഓഫ് ദി നമ്പർ 1 തന്നെയാണ്. 2 എ പ്രൈം, 3 സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം p², 4 തേർഡ് പവർ ഓഫ് എ പ്രൈം p⁻3. പിന്നെ അതിൽ പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈംസും ആണ് pq. ഫിഫ്ത്ത് വൺ ഫോർത്ത് പവർ ഓഫ് എ പ്രൈം p⁻4. ഇനി 6 തൊട്ട് 10 വരെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 6 നമുക്കൊരു ബോക്സ് വരച്ചിട്ട് എഴുതാം 6. അപ്പോൾ അതിലെങ്ങനെ എഴുതാം? ഫിഫ്ത്ത് പവർ ഓഫ് എ പ്രൈം p⁻5.
പിന്നെ എന്തെഴുതാം അതിൽ? പ്രോഡക്റ്റ് ഓഫ് ടു പ്രൈംസ് പി ക്യൂ സ്ക്വയർ ഓർ പി സ്ക്വയർ ക്യൂ. നെക്സ്റ്റ് 7. സിക്സ്ത് പവർ ഓഫ് എ പ്രൈം പി റൈസ് ടു 6. പിന്നെ അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ 8. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 7th പവർ ഓഫ് എ പ്രൈം പി റൈസ് ടു 7. പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈംസ് പി ക്യൂ ആർ. പിന്നെ എന്തെഴുതാം? പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈംസ് പി റൈസ് ടു 3 ക്യൂ ഓർ പി ക്യൂ റൈസ് ടു 3. അടുത്തത് 9. 8 പവർ ഓഫ് എ പ്രൈം പി റൈസ് ടു 8. പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈംസ് പി സ്ക്വയർ ക്യൂ സ്ക്വയർ. പിന്നെ അതിൽ വേറെ ഒന്നുമില്ല. അടുത്ത 10. 9th പവർ ഓഫ് എ പ്രൈം പി റൈസ് ടു 9. പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈംസ് പി ക്യൂ റൈസ് ടു 4 ഓർ പി റൈസ് ടു 4 ക്യൂ.